പക്ഷെ ഒരു വ്യക്തി എത്രത്തോളം കാടിനോടും പരിസ്ഥിതിയോടും അതിന്റെ സംരക്ഷണത്തോടും പ്രതിബദ്ധത പുലർത്തി, എത്രത്തോളം ശാസ്ത്രീയമായിട്ട് അതിനെ പഠിച്ച് സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് അദ്ദേഹം നമുക്ക് മുന്നിൽ പകർന്നു തന്നത്. അതേ ഒരു വികാര വായ്പോടുകൂടി തന്നെ ഞാനും അത് ഏറ്റെടുക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരു 3000-4000 പേരുള്ള ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളൊന്ന് നിരന്ന് നിന്നാൽ പോലും 1 കിലോമീറ്റർ ആവില്ല. ആലോചിച്ച് നോക്കണം, 1600 കിലോമീറ്റർ ദൈർഘ്യമുള്ള പശ്ചിമഘട്ടം, ഗുജറാത്തിന്റെ താപ്തി നദി മുതൽ താഴെ അങ്ങോട്ട് ശ്രീലങ്ക വരെ കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിന്റെ അങ്ങേയറ്റം കണക്കാക്കിയാൽ പോലും 1600 കിലോമീറ്റർ ആണ്. അങ്ങോട്ട് ഒരു 35 കിലോമീറ്റർ സ്പാൻ ആലോചിച്ചാൽ മതി. സ്ട്രൈറ്റ് സ്പാൻ ആണ് ഉദ്ദേശിച്ചത്. കടലിൽ നിന്ന് നേരെ പശ്ചിമഘട്ടത്തിന്റെ ഉത്തുംഗമായിട്ടുള്ള 2695 മീറ്റർ ഹൈറ്റുള്ള നമ്മുടെ ആനമുടിയിലേക്ക് ഒരു 35 മീറ്ററുള്ള ഒരു കിഴക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന ഒരു ചെരുവാണ് നമ്മുടെ പ്രദേശം. അവിടെയാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു 6 മണിക്കൂർ കൊണ്ട് മുകളിൽ പെയ്യുന്ന മഴ നേരെ കടലിലെത്തുന്ന സമയം വെറും 6 മണിക്കൂറാണ്. ഈ ഒരു ചെരുവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അല്ലാതെ വിശാലമായിട്ടുള്ള മസായിമാരെ പോലുള്ള വളരെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ടേബിൾ ടോപ്പിലുള്ള ഒരു സ്ഥലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. പരിസ്ഥിതി അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ആ പരിസ്ഥിതിയോടുള്ള സ്നേഹം, അത് ഏത് അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഏത് പരിസ്ഥിതി പ്രവർത്തനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആദ്യം തോന്നേണ്ട ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഒരു കർത്തവ്യം അല്ലെങ്കിൽ കർമ്മം എന്നുള്ളത് പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഭൂപരിസ്ഥിതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രത്തോളം ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലം കേരളം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് നോർത്ത് ഈസ്റ്റിൽ പോകണം. നമുക്കറിയാലോ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. IUCN സെലക്ട് ചെയ്യപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ അറിയേണ്ടത്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നുള്ള വിഷയം. അതേപോലെ ഉയരം കൂടുന്തോറും ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള സ്പീഷീസുകൾ, എണ്ണപ്പെട്ട സ്പീഷീസുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ പരിസ്ഥിതി പ്രവർത്തനമാകുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്, ഗുണം എന്താണെന്നുള്ളത്. അവിടെയാണ് ശ്രീ ഖമറുദ്ദീൻ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പ്രസക്തിയുള്ളത്. നമുക്ക് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട്. 1973 ഉണ്ടായ 70കളുടെ തുടക്കത്തിലൊക്കെ ശക്തമായിട്ട് വീശിയടിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ കാര്യമായിരുന്നു സൈലന്റ് വാലി. ഇപ്പോഴും പശ്ചിമഘട്ട സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സൈലന്റ് വാലി പ്രക്ഷോഭമാണ്. അവിടെ നിന്നുള്ള ഒരു ഊർജ്ജമാണ്, ആ ഒരു ഊർജ്ജത്തിന്റെ ഒരു ബാക്കിപത്രമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിൽ